സംസ്ഥാന പോലീസ് മേധാവി ആര്? സംസ്ഥാന പോലീസ് മേധാവി ആര്? ഉത്തരം റവാഡ എ ചന്ദ്രശേഖർ. സംസ്ഥാന പോലീസ് മേധാവി ആര്? റവാഡ എ ചന്ദ്രശേഖർ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം. ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം 2008 ഒക്ടോബർ 22. നീറ്റുകക്കയുടെ രാസനാമം. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ്? അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ്? കർണാടക. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ്? കർണാടക. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? ഉത്തരം 30 ദിവസം. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസം. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത്? ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത്? HSBC ബാങ്ക്. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത്? HSBC ബാങ്ക്. ജിജ്ഞാസു എന്ന പദത്തിൻ്റെ അർത്ഥം. ജിജ്ഞാസു എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസു എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം നാടകം. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം. ശരിയായ തർജ്ജമ ഏത്? ഉത്തരം ഒരു ദിവസം രാജാവ് അയാളെപ്പറ്റി കേട്ടു. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം. ശരിയായ തർജ്ജമ ഏത്? ഒരു ദിവസം രാജാവ് അയാളെപ്പറ്റി കേട്ടു. എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. സമാനമായ തർജ്ജമ ഏത്? എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. സമാനമായ തർജ്ജമ ഏത്? അല്പജ്ഞാനം അപകടകരമാണ്. എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം അപകടകരമാണ്. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? തത്യ. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? തത്യ. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? 1946 ജൂൺ 25. ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? 1946 ജൂൺ 25. സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാനമായ പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഉത്തരം വുഡ്രോ വിൽസൺ. സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാനമായ പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. 2G സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. 2G സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ശിവരാജ് പാട്ടീൽ കമ്മീഷൻ. 2G സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ശിവരാജ് പാട്ടീൽ കമ്മീഷൻ. ISROയുടെ ഇപ്പോഴത്തെ മേധാവി ആര്? ISROയുടെ ഇപ്പോഴത്തെ മേധാവി ആര്? ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ മേധാവി ആര്? ഡോക്ടർ വി നാരായണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12.
രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നതാര്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നതാര്? PC മഹാലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നതാര്? PC മഹാലനോബിസ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാംഗ്ലൂർ. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ശിപ്പായി ലഹള. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിപ്പായി ലഹള. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കൂലാക്കുകൾ. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കൂലാക്കുകൾ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. സംസ്ഥാന പോലീസ് മേധാവി ആര്? റവാഡ എ ചന്ദ്രശേഖർ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ്? ഡെസിബൽ. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം? സീപം. ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം? 2008 ഒക്ടോബർ 22. നീറ്റുകക്കയുടെ രാസനാമം? കാൽസ്യം ഓക്സൈഡ്. അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ്? കർണാടക. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസം. ആദ്യമായി ATM സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത്? HSBC ബാങ്ക്. ജിജ്ഞാസു എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. വായനവയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഉപ്പ്. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം. ശരിയായ തർജ്ജമ ഏത്? ഒരു ദിവസം രാജാവ് അയാളെപ്പറ്റി കേട്ടു. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. സമാനമായ തർജ്ജമ ഏത്? അല്പജ്ഞാനം അപകടകരമാണ്. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? തഥ്യ. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം? ഹരിയാന. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ലോകബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? 1946 ജൂൺ 25. സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാനമായ പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. 2G സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ശിവരാജ് പാട്ടീൽ കമ്മീഷൻ. ISROയുടെ ഇപ്പോഴത്തെ മേധാവി ആര്? ഡോക്ടർ V നാരായണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നതാര്? PC മഹാലനോബിസ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാംഗ്ലൂർ. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിപ്പായി ലഹള. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കൂലാക്കുകൾ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.